കോഴിക്കോടിൻ്റെ ഹൃദയമിടിപ്പായ പാളയത്ത് നിന്ന് ബാലുവും ഞാനും കൂടെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഈ രാത്രിയിൽ നടക്കുകയാണ്. ഇതാണ് കമ്മത്തിലേ. ഇതാ ഈ കാണുന്ന എൽ ഷേപ്പിൽ കാണുന്ന നീല വരെയാണ് ഈ കമ്മത്തിലേ. ഈ കമ്മത്തിലേതിനൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാലത്ത് ഇപ്പോഴും അതെ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ഹോൾസെയിൽ കച്ചവടത്തിൻ്റെയും ചെറുകിട കച്ചവടത്തിൻ്റെയും ഒരു ഹബ്ബായിരുന്നു. ഇപ്പോഴും ഇതാ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്, സ്വർണ്ണക്കടകളും വെള്ളിക്കടകളും ഒക്കെ ആയിട്ട്. ഈ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 16-17 നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് അധിനിവേശത്തെ തുടർന്ന് കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ തന്നെ ഗോവയിൽ നിന്ന് പലായനം ചെയ്തെത്തിയതാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ. അവരുടെ കച്ചവട സ്ഥാപനങ്ങളാണിത്. ഇവർക്ക് ഈ കച്ചവടം ചെയ്യാനായിട്ട് അവർ ഈ സ്വർണത്തിലും വെള്ളിയിലും പൈസയും അല്ലെങ്കിൽ ധനവുമൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത അന്നത്തെ സാമൂതിരി രാജാവായിരുന്നു. അങ്ങനെ വളർന്നു വന്ന ഒരു പ്രദേശമാണ് ഈ കമ്മത്തിലേ. ഇന്നും ഇവിടെ ധാരാളം എന്താ നോക്കൂ, ഇഷ്ടം പോലെ ചെറിയ ചെറിയ സ്വർണ്ണ വെള്ളി കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതുകൂടാതെ ഈ പറഞ്ഞ ആൻറ്റിക് സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ കമ്മത്തിലയിൽ. ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസിനെ പറയുന്നത് GSB കമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ. അതിനകത്ത് കമ്മത്തുമാരുണ്ട്, ഷേണായിമാരുണ്ട്, പൈമാരുണ്ട്. ഇവരൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തും അല്ലെങ്കിൽ ബ്രിട്ടീഷ് എറയുടെ കാലഘട്ടത്തിലുമൊക്കെ ഈ പണമടപാട് സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഈ കാലത്ത് സ്വർണവും വെള്ളിയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ക്ലിയറിംഗ് ഹൗസും കൂടി ആയിരുന്നു ഈ പ്രദേശം കേട്ടോ. അതുപോലെ അത്ര റിച്ചായിരുന്ന ഒരു പ്രദേശമാണ് ഈ കമ്മത്തിലേ. ഇന്നും ഈ പഴയ കെട്ടിടങ്ങൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. പക്ഷേ പുതുമ ചുറ്റുവട്ടവും എല്ലാം വളർന്നു, പാളയത്തിൻ്റെ ചുറ്റുവട്ടവും എല്ലാം വളർന്ന് പുതിയ സ്ഥലങ്ങൾ വന്നുവെങ്കിലും ഇവിടുത്തെ ആ കച്ചവടങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. വീണ്ടും ഇതിൻ്റെ ഒരു പകൽ വെളിച്ചത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതാ മിഠായി തെരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അച്യുതൻ ജ്വല്ലറി കഴിഞ്ഞാൽ മിഠായി തെരുവായി. മിഠായി തെരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.